നമസ്കാരം. സംസ്ഥാനത്ത് ഭരണവും സംഘടനയും തമ്മിൽ പൂർണ്ണമായ ഏകോപനം സാധ്യമാക്കുന്ന പ്രഗത്ഭനായൊരു നേതാവ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ശക്തമായ നിലപാടിൽ മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി VD സതീശൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഭരണവും പാർട്ടിയും തമ്മിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലാതെ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത AICC നേതൃത്വത്തെ ധരിപ്പിച്ചു. സതീശൻ ആരെ പിന്തുണയ്ക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നതിനാൽ വലിയ ആകാംക്ഷയിലാണ് സംസ്ഥാന കോൺഗ്രസ് ഘടകം. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന വ്യക്തി പാർട്ടി തലപ്പത്ത് എത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. നിലവിലെ KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉയർന്നു വന്നത്. UDF സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയൊരു അധ്യക്ഷൻ ചുമതലയേൽക്കാത്തത് സംഘടനാ തലത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. മന്ത്രി പദവിയിലുള്ള സണ്ണി ജോസഫിന് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ പരിമിതികൾ ഉള്ളതിനാൽ പുതിയ ആളുടെ നിയമനം വൈകരുതെന്ന നിലപാടിലാണ് AICC. പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് സീനിയർ MPമാർ മുതൽ യുവ നേതാക്കൾ വരെ നീളുന്ന വലിയൊരു നിര തന്നെയാണ് അവകാശവാദങ്ങളുമായി രംഗത്തുള്ളത്. മുതിർന്ന പാർട്ടി നേതാവായ കൊടിക്കുന്നിൽ സുരേഷ്, MPമാരായ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ MLA, മുൻ വക്താവ് ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ദളിത് വിഭാഗക്കാരനെ അധ്യക്ഷ പദവിയിലിരുത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. ദളിത് പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കൊടിക്കുന്നിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദളിത് സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുന്നതുവരെ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രധാന വാദം. അതേസമയം സംഘടനാ പരിചയവും ഭരണമികവും ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹനാന്റെയോ ആന്റോ ആന്റണിയുടെയോ പേരുകളും സജീവമായി രംഗത്തുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും സാമുദായിക പരിഗണനകൾക്കുമൊക്കെ അപ്പുറം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള നേതാക്കൾ വേണമെന്ന വാദമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സംഘടനാ കാര്യങ്ങളിൽ പക്വതയുള്ള മുതിർന്ന നേതാക്കളെ അധ്യക്ഷനാക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സീറ്റ് തഴയപ്പെട്ട ജോസഫ് വാഴക്കനും KPCC അധ്യക്ഷ പദവിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പാർട്ടി ഘടകങ്ങളിലെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുടെ പിൻബലവുമാണ് വാഴക്കന് തുണയാകുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശും പദവിയിൽ കണ്ണുവെച്ച് സമാന്തര നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. മറുഭാഗത്ത് പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകാൻ യുവ നേതൃത്വം വരണമെന്ന അഭിപ്രായവും ശക്തമാണ്. KC വേണുഗോപാൽ പക്ഷത്തു നിന്ന് പ്രധാനമായി ഉയരുന്ന പേര് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLAയുടേതാണ്. സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ ശക്തമായ നിലപാടുകൾ ഉയർത്താൻ കെൽപ്പുള്ള മാത്യു കുഴൽനാടൻ പാർട്ടി തലപ്പത്തേക്ക് വരുന്നത് ഗുണം ചെയ്യുമെന്നും ഒരു വിഭാഗം കരുതുന്നുണ്ട്.